لغة الجنة عربية لغة الفرقان عربية. ഹായ് കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും. സ്വബാഹൽ ഖൈർ. ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള 6 ഭാഷകളിലൊന്നാണ് അറബി ഭാഷ എന്നത് ഈ ഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. 2010 മുതലാണ് യുനെസ്കോയുടെ ആഹ്വാനമനുസരിച്ച് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ലോകത്ത് എല്ലാ ഭാഷകളും അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ വൈജ്ഞാനിക മേഖലകളിലും അറബി ഭാഷയിലുള്ള കൃതികൾ ലഭ്യമാണ്. ഇന്ത്യയിലും അറബി ഭാഷയുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രചിക്കപ്പെട്ടിട്ടുള്ള 1,50,000-ലധികം കയ്യെഴുത്ത് പ്രതികളിൽ 40% അറബി ഭാഷയിലാണ്. അതുപോലെ തന്നെ മലയാളവും അറബിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ തെളിവാണ് അറബി മലയാളം എന്ന ഭാഷ തന്നെ. അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ വിദ്യാലയത്തിലും ഇന്ന് സിബാക്ക് എന്ന പേരിൽ അറബി ഫെസ്റ്റ് നടത്തപ്പെടുകയാണ്. ആയതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം എല്ലാവർക്കും നമ്മുടെ അറബി ഫെസ്റ്റിനും അറബി ദിനത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അയ്യുഹൽ അഹിബ, അസ്സലാമു അലൈക്കും. അൽയൗം യൗമുൽ ആലമി ലിലുഗത്തിൽ അറബിയ. മർഹബം ബിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. 28 രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷയും 450 മില്യൺ ജനങ്ങളുടെ സംസാര ഭാഷയുമാണ് അറബി. അംഗീകരിച്ച 6 ഭാഷകളിൽ 3-ാം സ്ഥാനം. 4000-ൽ പരം വർഷം പഴക്കമുണ്ടായിട്ടും തനിമയ്ക്ക് മാറ്റം വരാതെ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഏക ഭാഷയും അറബിയാണ്. ആധുനിക യൂറോപ്പിൻ്റെ ശാസ്ത്രവിജ്ഞാനങ്ങൾക്ക് അടിത്തറ പാകിയത് മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട അറേബ്യൻ ഗ്രന്ഥങ്ങളായിരുന്നു. അറബികളും കേരളവും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കച്ചവടത്തിനായി പുരാതന കാലം മുതൽ അറബികൾ കേരളത്തിൽ എത്തിയിരുന്നു. കച്ചവടത്തോടൊപ്പം ഭാഷാ സാംസ്കാരിക കൈമാറ്റവും നടന്നു. ഫലമായി അറബി മലയാളം എന്ന ഒരു പുതിയ ഭാഷ രൂപം കൊണ്ടു. ഈ സാംസ്കാരിക ഭാഷ കൈമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ജില്ല, വക്കീൽ, താലൂക്ക്, ഹാജർ, റദ്ദ്, കീശ, അത്തർ തുടങ്ങി 100 കണക്കിന് അറബി വാക്കുകൾ. കേരളത്തിൻ്റെ ആദ്യ ചരിത്ര ഗ്രന്ഥമായി കരുതപ്പെടുന്ന തുഹ്ഫത്തുൽ മുജാഹിദീൻ പോലെ അനവധി രചനകൾ കേരളത്തിന് സമ്മാനിക്കാൻ അറബി ഭാഷയ്ക്ക് സാധിച്ചു. ഇന്നു ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി ലോക വിനിമയ ഭാഷയായി ഏവരും അറബി പഠിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ഇത്രയേറെ പൈതൃകം നിലനിൽക്കുന്ന അറബി ഭാഷ സംരക്ഷിക്കാനും അതിൻ്റെ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ അറബിക് ദിനാശംസകൾ.